വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 11, 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. പ്രാർത്ഥനയുടെ ശക്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അർദ്ധരാത്രി അവന്റെ അടുത്തു ചെന്ന് അവൻ പറയുന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരുക. ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല. അപ്പോൾ അവന്റെ സ്നേഹിതൻ അകത്തുനിന്ന് മറുപടി പറയുന്നു, എന്നെ ഉപദ്രവിക്കരുത്, കഥ കടച്ചു കഴിഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളും എന്റെ കൂടെ കിടക്കയിലാണ്, എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനാണ് എന്നതിന്റെ പേരിൽ അവനൊന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധ നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ, നിങ്ങൾക്ക് കണ്ടെത്തും, മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക? മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനം നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. പ്രാർത്ഥനയുടെ മുഖമുദ്ര. യേശുവിന്റെ ഭാഷ്യത്തിൽ പ്രാർത്ഥനയെ സംബന്ധിച്ചുള്ള സാധാരണ ജനങ്ങളുടെ സാമാന്യമായ ചിന്താരീതിയിൽ നിന്ന് അല്പം വ്യത്യസ്തത പുലർത്തുന്ന ഒരു ചിന്താരീതിയാണ് യേശുവിൻ്റെതെന്ന് വ്യക്തമാക്കുന്ന ഒരു സുവിശേഷം ആണ് ഇന്നത്തേത് എന്നുള്ളതാണ് സത്യം. സാധാരണക്കാരന്റെ സാമാന്യമായ ചിന്ത യാന്ത്രികതയിൽ ഊന്നിയുള്ള ആവർത്തന വിധേയമായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലി എന്ന രീതിയിൽ പ്രാർത്ഥനയെ നോക്കിക്കാണാനാണ് കൂടുതൽ ഇടവരുന്നത് സാധാരണ ജനങ്ങൾ. എന്നാൽ യേശുവിന്റെ കാഴ്ചപ്പാടനുസരിച്ച് അങ്ങനെ ആവർത്തനത്തിൽ ഊന്നിയുള്ള യാന്ത്രികതയിലല്ല പ്രാർത്ഥനയുടെ ചൈതന്യം അടങ്ങിയിരിക്കുന്നത് എന്നും അത് ബോധപൂർവമായിട്ടുള്ള ഒരു തരം നിർബന്ധ ബുദ്ധി പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നതാണ് യേശുവിന്റെ കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാട് അനുവാചകരിൽ എത്തിക്കുന്നതിന് വേണ്ടി കൂടെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യേശു സ്നേഹിതന്റെ വീട്ടിലേക്ക് രാത്രി സമയത്ത് കയറി വരുന്ന ഒരു വഴിപോക്കനായ സുഹൃത്തിന്റെ കഥ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ കയറി വരുന്ന സുഹൃത്തിനെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് സ്നേഹിതൻ സഹായിക്കുന്നതിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കുന്നു എന്ന് വരികിലും വഴിപോക്കനായിട്ടുള്ള സുഹൃത്തിന്റെ നിർബന്ധ ബുദ്ധി ആ നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സഹായം ചെയ്തു കൊടുക്കാത്ത ഒരു സ്നേഹിതനുണ്ടാകില്ല എന്ന ആശയം യേശു അവതരിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ സവിശേഷമായ ചൈതന്യ വിശേഷത്തിലേക്ക് അനുവാചകരുടെ ശ്രദ്ധ തിരിക്കുകയാണ്. യേശു തുടർന്ന് പറയുന്നു, ഈ ലോകത്തിലുള്ള സ്നേഹിതന്മാരും രക്ഷാകർത്താക്കളും നിർബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ സുഹൃത്തുക്കളെയും മക്കളെയും ബന്ധുജനങ്ങളെയും സഹായിക്കാൻ തയ്യാറാകുന്നു എന്ന് വരികിൽ സ്നേഹനിധിയായിട്ടുള്ള പിതാവായ ദൈവം അങ്ങനെ നിർബന്ധ ബുദ്ധിയോടുകൂടെ തന്നെ സമീപിക്കുന്ന വ്യക്തികളെ യഥാർത്ഥത്തിൽ സഹായിക്കാൻ സന്നദ്ധനാകിയില്ലേ എന്നുള്ളതാണ് യേശുവിന്റെ നിലപാട്. ആ നിർബന്ധ ബുദ്ധിയോടുകൂടെ പിതാവിനെ സമീപിക്കേണ്ടിയിരിക്കുന്നു എന്ന് അനുവാചകരായിട്ടുള്ള വ്യക്തികളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടെയാണ് യേശു ചോദിക്കുവിൻ, അന്വേഷിപ്പിൻ, മുട്ടുവിൻ, നിങ്ങൾക്കായിട്ട് നിങ്ങൾ ചോദിക്കുന്നതും അന്വേഷിക്കുന്നതും മുട്ടുന്നതും ലഭിക്കാൻ ഇടവരും എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകള് ചോദിച്ചു കൊണ്ടിരിക്കുവിൻ, അന്വേഷിച്ചു കൊണ്ടിരിപ്പിൻ, മുട്ടിക്കൊണ്ടിരിപ്പിൻ എന്ന അർത്ഥം വരാവുന്ന വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ യേശുവിന്റെ മനസ്സിലുള്ളത് പ്രാർത്ഥനയിൽ ഒരു തരം സ്നേഹത്തിന്റെ ഭാഷയിലുള്ള നിർബന്ധ ബുദ്ധി ചെലുത്താൻ യേശു ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടം അതാണ്
മക്കളായ നമ്മിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാർത്ഥന ഫലപ്രദമാകുക എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം എന്ന് കരുതുന്നതിൽ തെറ്റില്ല.